അതേസമയം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിൽ അഭിപ്രായം പറയുന്നില്ല എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചത്. ഓരോരുത്തരും പറയുന്നത് സർക്കാർ നിലപാടായി കാണരുത് എന്നും റോഷി വിശദീകരിച്ചു. ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യം സർക്കാരിന്റെ നിലപാടായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇതാക്കാൻ പറ്റും? ഇല്ല, അതൊന്നും ഇപ്പൊ ഒരു ചർച്ചാ വികാരം. സജി ചെറിയാണെന്നുള്ളത് മാത്രമല്ല, ആര് പറഞ്ഞാലും അതെല്ലാം ഞങ്ങളുടെ സമൂഹത്തിൽ കണ്ടു, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ കാര്യം. അതിപ്പോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും കാര്യമില്ല. ഇപ്പൊ രാവിലെ ഇതിന് അഭിപ്രായം പറയണം, എന്താണ് ഇതിന്റെ സ്ഥിതി എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിൽ CPM-ഉം സർക്കാരും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ. മണിപ്പൂരിൽ പ്രശ്നം പരിഹരിക്കാതെ വിരുന്നിന് ക്ഷണിച്ച പ്രധാനമന്ത്രിയുടെ നിലപാട് കാപട്യമാണെന്നാണ് പറഞ്ഞത്. സജി ചെറിയാന്റെ പ്രസ്താവന കണ്ടിട്ടില്ലെന്നും VN വാസവൻ പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ച് ആധികാരികമായി CM ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെല്ലാം വ്യക്തമാക്കി. ഇല്ല, വ്യക്തിത്വമായി പറഞ്ഞു. പങ്കെടുത്തതിനെ സംബന്ധിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അവിടെ പ്രശ്നം മൂടിയെടുത്ത ഒരു ശൈലി. മണിപ്പൂരിൽ എത്രയോ പള്ളികൾ കത്തിച്ച്, എത്രയോ വലിയ രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് ശവം പോലും മറയാൻ വേണ്ടി കൂട്ടിയിട്ടിരുന്ന സന്ദർഭമുണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യമെല്ലാം ഒരുക്കിയിട്ട് ഒരിക്കൽ പോലും ആ മണിപ്പൂരൊന്ന് സന്ദർശിക്കാനോ ആ വിഷയത്തിൽ ഇടപെടാനോ തയ്യാറായതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ അവിടുത്തെ ആളുകളെ വിളിച്ച് വിരുന്നൊരുക്കി ഈ ശൈലി കാപട്യമാണെന്ന് പറഞ്ഞു. അതാണ് നിലപാട്. ആ കാപട്യേ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ അതിനകത്തൊരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ അത് ആധികാരികമായി മുഖ്യമന്ത്രി പരസ്യമായി തന്നെ പ്രസംഗിച്ച കാര്യം. ചെറിയാൻ പറയുന്നത് അവിടെ പോയപ്പോൾ ഈ മണിക്കൂർ വിഷയം അടക്കം മറന്നു. ഇവർക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് കാണാതൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഈ ബിഷപ്പുമാർ പങ്കെടുത്താനും വിമർശിക്കുവാണ് ആത്യന്തികമായി ചെയ്തത്. അത്തരമൊരു നിലപാടുണ്ടോ CPM-ന്? ഇല്ല, CPM-നുള്ള ആധികാരികമായ നിലപാട് CPM-ന്റെ സെക്രട്ടറിയും പറഞ്ഞു. ഗവൺമെന്റിനുള്ള നിലപാട് മുഖ്യമന്ത്രി ആധികാരികമായി പറഞ്ഞു. അതിനപ്പുറത്തൊന്നും പറയാനില്ല. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ജോസി ബാബു കോട്ടയത്ത് നിന്ന്, സൈബ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന്. ജോസി, ദീപിക ദിനപത്രം എന്താണ് എഴുതിയിരിക്കുന്നത്? നിഷാദ്, സജി ചെറിയാന്റെ പരാമർശത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ദീപിക എന്ന മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സജി ചെറിയാന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ എന്ന ചോദ്യമാണ് ദീപിക ഉന്നയിക്കുന്നത്. നിരന്തരമായി വിടുവായുത്തം പറയുന്ന ആളാണ് സജി ചെറിയാൻ. സജി ചെറിയാന്റെ വാക്കുകൾ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതും ദീപിക കുറ്റപ്പെടുത്തുന്നുണ്ട് അവരുടെ മുഖപ്രസംഗത്തിൽ. കൂടാതെ മുമ്പും കയ്യടി നേടാൻ പലപ്പോഴും വിടുവായുത്തനം പറയുന്ന ചരിത്രമുള്ള ആളാണ് സജി ചെറിയാൻ എന്നും മുഖപ്രസംഗത്തിലുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഒരു ചടങ്ങിന് ക്ഷണിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമായ നടപടിയാണ്. അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്നും ദീപിക പറയുന്നു. അതോടൊപ്പം നവകേരള സദസ്സിൽ നിരവധി സഭാ നേതാക്കൾ, സഭാ ബിഷപ്പുമാരും പങ്കെടുത്തിരുന്നു. അപ്പോഴൊന്നും ഉയർന്നു വരാത്ത വിമർശനം എന്താണ് ഇപ്പോൾ ഉയരുന്നതെന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സജി ചെറിയാന് ഇപ്പോൾ നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ രോമാഞ്ചം വന്നോ എന്ന് ദീപിക ചോദിക്കുന്നത്. നേരത്തെ സജി ചെറിയാന്റെ വിമർശനം ഇങ്ങനെയായിരുന്നു: ഈ പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തപ്പോൾ ബിഷപ്പുമാർക്ക് രോമാഞ്ചം വന്നു എന്നതായിരുന്നു. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിക്കാതെ കേവലം സന്ദർശനം മാത്രമായി, ചായ സൽക്കാരം മാത്രമായി പിരിഞ്ഞുപോയി എന്നുള്ള വിമർശനമായിരുന്നു സജി ചെറിയാൻ ഉയർത്തിയത്. എന്തായാലും സജി ചെറിയാന്റെ പ്രതികരണത്തിൽ ദീപികയ്ക്ക് പുറമെ പല സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. നിഷാദ്. ശരി.